ഹലോ ഗൈസ്. അപ്പോൾ വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ തേച്ച് കത്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് നല്ല മഴക്കോളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് തൊണ്ടൊക്കെ ഉണങ്ങിയത് കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഈ തേങ്ങയൊക്കെ പൊതിക്കുമ്പോഴത്തേന് തൊണ്ട് നേരെ എടുത്ത് ടെറസിൻ്റെ പുറത്തോട്ടാണ് ഇടുന്നത്. അപ്പോൾ അവിടെ കിടന്നത് ഉണങ്ങുകയും ചെയ്യും. നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ കൂടി കിടന്നിട്ടൊരു വൃത്തികേടാവത്തുമില്ല. അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി കുറേ തൊണ്ട് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനായിട്ട് നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ വീട്ടിലാകെ 3 ചാക്കേ ഉള്ളൂ. അതിനകത്ത് ഓൾറെഡി നമ്മൾ കുറച്ച് പറക്കി വെച്ചു. ബാക്കി ഇത് ഇത്രയും തൊണ്ടും കൂടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ചാക്ക് വാങ്ങാനായിട്ട് കടയിൽ പോയിട്ട് വന്നതാണ്. കടയിൽ നിന്ന് ഒരു 4 ചാക്കും കൂടെ നമ്മൾ വാങ്ങിയിട്ട് വന്നേ. അങ്ങനെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ കയറി ബാക്കി തൊണ്ടൂടെ പറക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, അത് നമ്മുടെ കറിവേപ്പില മരം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള 2 എണ്ണം ഉണ്ട്. കണ്ടോ, ഇതൊരെണ്ണം. അതൊന്ന് കുറച്ച് സൂക്ഷിച്ച് നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ തൊണ്ടൊക്കെ പറക്കാൻ തുടങ്ങി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഗൗരിയും ഉണ്ടായിരുന്നേ. അങ്ങനെ ചാക്കുകളിലെല്ലാമായിട്ട് തൊണ്ടെല്ലാം അടുക്കി പറക്കി വെച്ചിട്ട് നമ്മൾ ഓരോരോ ചാക്കായിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇടുക. അതും പൊക്കിക്കൊണ്ട് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ താഴോട്ട് ഇടുക കേട്ടോ. കുറച്ചൊക്കെ തൊണ്ട് നമ്മൾ ഇങ്ങനെ തെറിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ അതേ ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ആയി. ഇവിടെ ഇനി കുറേ കരിയിലയും അഴുക്കുമൊക്കെ കിടപ്പുണ്ട്. നമുക്കിനി അടുത്ത ദിവസം അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പകുതിക്ക് വെച്ച് കേശുവും കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. അവന് എന്നിട്ട് ഇടയ്ക്കൊക്കെ കുറച്ച് ഇടിയും കുടുക്കമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവനത് കേട്ട് പേടിച്ച് കുറേ കരയൊക്കെ ചെയ്തു. എനിക്ക് താഴോട്ടിറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ട് കരയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം ഞങ്ങൾ പിടിച്ച് കൂടെ നിർത്തി ലാസ്റ്റ് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ശരി, ബായ്.